ഇപ്പൊ നമ്മൾ അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുവാണ്. ഞാൻ ആ പ്രതിമേന്റെ അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല തണുപ്പായിരുന്നു, AC ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെയൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ബസ് വരാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് എത്തി. നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാനും ഏട്ടനും ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. ബസ്സും ഫുൾ AC ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസം ഇരിക്കാൻ. സാധാ ബസ് പോലെ നല്ല കമ്പിയൊന്നും ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ട് പുറത്തുള്ള എല്ലാം കാണാൻ പറ്റുന്ന തരത്തിലുള്ള ബസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ആദ്യം പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നു. പക്ഷെ അവിടെ ഫോൺ അലോഡ് അല്ലായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പോകുന്ന വഴിക്ക് ഒരു ഹെലികോപ്റ്റർ കണ്ടു. ഇങ്ങനെ മഴ ഒന്നായതുകൊണ്ട് മീൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ലല്ലേ. ഞാൻ പിന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് പട്ടിച്ചോ എല്ലാം കാണിച്ച് കുറച്ചായിരുന്നു. പിന്നെ എനിക്ക് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് കണ്ണാടി കറുത്ത കണ്ണാടി ആയതുകൊണ്ട് തന്നെ ഇതാണ് ഫുള്ള് കാണാൻ പറ്റുന്നത്. എന്നിട്ട് ഞാനത് ഊരി മാറ്റി. അതിനുശേഷം നമ്മൾ ചെറിയ സ്റ്റേഡിയം കണ്ടു. പിന്നെ അപ്പുറത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഇത് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ നിയമസഭാ മന്ദിരത്തിൽ പോയി. പക്ഷെ അവിടെയും ഫോൺ അലോഡ് അല്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പോയത് കോവളം ബീച്ചിലേക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ നമ്മളെ ചെയ്യാനൊന്നും അനുവദിച്ചില്ല. അപ്പോൾ ഇതാണ് കോവളം ബീച്ചിൻ്റെ അവസ്ഥ. അങ്ങ് എവിടെയോ ഉള്ള കടൽ ഇപ്പോൾ റോഡിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഇനിയൊരു 3 മാസം കൂടി കഴിഞ്ഞാൽ കടൽ ഇറങ്ങി പോകുന്ന അവിടെയുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞത്. കടലിൽ കീഴാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമായി. പിന്നെ അവിടെ നമ്മൾ കുറച്ചൊന്ന് നോക്കി കണ്ടിട്ട് നേരെ തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ കയറി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.